ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുസഭ അപ്പോസ്തലനായ വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. യോനായുടെ മൂത്ത പുത്രനായ അന്ത്രയോസ് ഗലീലയിലെ ബെത്സയിദായിൽ ജനിച്ചു. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് വിശുദ്ധ അന്ത്രയോസ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷ വിവരണം അനുസരിച്ച് വിശുദ്ധ അന്ത്രയോസും വിശുദ്ധ പത്രോസും സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായി ജീവിതം ആരംഭിച്ചു. പിന്നീട് രണ്ടുപേരും യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറി. സുവിശേഷങ്ങളിൽ കൊടുത്തിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ പേര് വിവരണ ക്രമം അനുസരിച്ച് വിശുദ്ധ അന്ത്രയോസിൻ്റെ പേര് രണ്ടാമത് കാണാൻ കഴിയും. ഒന്നാമത് പത്രോസും രണ്ടാമത് അന്ത്രയോസും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38 മുതൽ 43 വരെയുള്ള വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ അന്ത്രയോസ് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നുവെന്നും ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്നാപക യോഹന്നാനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യർ യേശുവിനെ അനുഗമിച്ചുവെന്നും യേശുവിനോടൊപ്പം വസിച്ചുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരിൽ ഒരാൾ അന്ത്രയോസ് ആയിരുന്നു. അനന്തരം അന്ത്രയോസ് പത്രോസിനെ, തൻ്റെ സഹോദരൻ പത്രോസിനെ കണ്ടപ്പോൾ ഞങ്ങൾ മിശിഹായ രക്ഷകനെ കണ്ടു എന്ന് പറഞ്ഞ ശിമയോൻ പത്രോസിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യേശുവിനോടൊപ്പം വസിച്ച് യേശുവിനെ അനുഭവിച്ചറിയുകയും അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയുമാണ് വിശുദ്ധ അംബ്രോസ്. മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുന്നവരുടെ വലിയൊരു പ്രതീകമായി വിശുദ്ധ അംബ്രോസ് വിരാജിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനപ്രകാരം യേശു 5 ബാർലിയപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം പേരെ സംതൃപ്തരാക്കിയ അത്ഭുതത്തിൽ 5 അപ്പം കൈവശമുള്ള ബാലനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നയിച്ചതും അന്ത്രയോസാണ്. അപ്പോസ്തലനായ ഫിലിപ്പോസ് ഇവരെ തീറ്റിപ്പോറ്റുക, ഈ വലിയ ജനാബലിയെ തീറ്റിപ്പോറ്റുക, അല്പമെങ്കിലും ഭക്ഷണം ഈ വിജനസ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക എന്നത് ദുഷ്കരമാണെന്ന് പറഞ്ഞപ്പോൾ യേശുവിനോട് വിശുദ്ധ അന്ത്രയോസ് 5 അപ്പം കൈവശമുള്ള ബാലനെ യേശുവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചതിന് ശേഷം മാറി നിൽക്കുകയും യേശുവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ വാതിൽ തുറന്നിടുകയും ചെയ്തു. യേശുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുകയും തന്നാൽ കഴിയുന്നത് ചെയ്തതിന് ശേഷം യേശുവിന് പ്രവർത്തിക്കാനായി അവസരമൊരുക്കുകയും ചെയ്യുന്ന വലിയ വ്യക്തിത്വമാണ് വിശുദ്ധ അന്ത്രയോസ്. പാരമ്പര്യമനുസരിച്ച് പെന്തക്കോസ്തയ്ക്ക് ശേഷം വിശുദ്ധ അന്ത്രയോസ് കപ്പദോച്ചിയ, ഗലാത്തിയ, ബിഥീനിയ, റഷ്യ, മാസദോണിയ, അക്കായ എന്നീ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും അക്കായയിൽ പാത്ര എന്ന സ്ഥലത്ത് വച്ച് അന്ത്രയോസ് മതപീഡനത്തിന് ഇരയാവുകയും ചെയ്തു. തുടർന്ന് ഇംഗ്ലീഷിൽ എക്സ് മാതൃകയിലുള്ള ഒരു കുരിശിൽ ബന്ധിച്ചിടുകയും 2 ദിവസം ജീവനോടെ കുരിശിൽ കിടക്കുകയും തൻ്റെ അടുക്കിലേക്ക് വരുന്നവരോട് തൻ്റെ പീഡനം കുറയ്ക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് കാണുന്നു. അദ്ദേഹത്തെ കുരിശിൽ കിടത്തിയപ്പോൾ വിശുദ്ധ അന്ത്രയോസ് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ അവയവങ്ങളാൽ പവിത്രീകരിക്കപ്പെട്ട നല്ല കുരിശ്, എത്ര നാളായി നിന്നെ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ തൻ്റെ സഹനങ്ങളെ സമർപ്പിച്ച സന്തോഷത്തോടെ രക്തസാക്ഷിത്വം വരിച്ചു. വിശുദ്ധ അഗസ്തീനോസ് അപ്പോസ്തലനായ വിശുദ്ധ അന്ത്രയോസിൻ്റെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരിക്കലും കെടാതെ ഉജ്ജ്വലിക്കുന്ന സ്നേഹമേ, യഥാർത്ഥ സ്നേഹമേ, എൻ്റെ ദൈവമേ, എന്നെ സമ്പൂർണ്ണമായി ഉജ്ജ്വലിപ്പിക്കുക എന്നാണ്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള യേശു ആദ്യത്തെ 4 ശിഷ്യരെ വിളിക്കുന്ന വചനഭാഗമാണ്. യഹൂദ റബ്ബിമാർക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു. ശിഷ്യത്വം യഹൂദർക്ക് പരിചിതവുമായിരുന്നു. എന്നാൽ റബ്ബിമാരുടെ ശിഷ്യന്മാരും യേശുവിൻ്റെ ശിഷ്യന്മാരും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ടായിരുന്നു. ഒന്ന്, ശിഷ്യന്മാരാണ് റബ്ബിമാരെ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. 2, സ്വയം ഗുരുവാകാനാണ് യഹൂദ ശിഷ്യർ റബ്ബിമാരെ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യർ എന്നും ശിഷ്യരാണ്. ഒരേ ഒരു ഗുരു, ഒരേ ഒരു മാർഗദർശി, അത് ക്രിസ്തു തന്നെയാണ്. 3, അധ്വാന നിരതരായവരെയാണ് യേശു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിച്ചത്. കടലിൽ വലയിറക്കുന്നവരെയും വല നന്നാക്കുന്നവരെയും ചുങ്കം പിരിക്കുന്നവരെയും ക്രിസ്തു ശിഷ്യർ പ്രവർത്തന നിരതരായിരിക്കണം എന്ന് വ്യക്തമാക്കുന്നു. 4, യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുവാനുമാണ് യേശു ശിഷ്യരെ വിളിച്ചതും.
വിളിച്ചവനോടുള്ള വിശ്വസ്തതയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ അന്തസ്സത്ത. 5. യേശു 2 പേരെ വീതം വിളിക്കുന്നതാണ് വചനത്തിൽ കാണാൻ കഴിയുക. പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും. അപ്പോസ്തലന്മാരുടെ ലിസ്റ്റ് നൽകുന്ന ക്രമത്തിലും ഈ 2 പേരെ വീതം കാണാം. ശിഷ്യരെ പ്രേക്ഷിത ദൗത്യത്തിൽ അയച്ചതും 2 പേരെ വീതമാണ്. 2 പേരായിരിക്കണം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ. സാക്ഷ്യത്തിൻ്റെ സ്ഥിരീകരണം അനിവാര്യമാണ്. 6. എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യർക്ക് നൽകുന്ന വാഗ്ദാനം അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നാണ്. സുവിശേഷ പ്രഘോഷണം വഴി മനുഷ്യരെ സ്വർഗത്തിലേക്ക് നയിക്കുക എന്നതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ദൗത്യം. 7. യേശുവിനെ അനുഗമിക്കുന്നവർ എല്ലാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. സമ്പാദ്യം മാത്രമല്ല, വള്ളത്തെയും വലയെയും മാതാപിതാക്കളെയും ലോകം വിലയേറിയതായി കാണുന്നവയും വിലമതിക്കുന്നവയും യേശുവിനെ പ്രതി ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുക. അപ്പോസ്തലനായ വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ പകർന്നു നൽകുന്ന പ്രേക്ഷിത ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനോടൊപ്പം വസിച്ചുകൊണ്ട് ക്രിസ്തു അനുഭവത്തിൽ വളരാം. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായി മാറാം. പ്രതിസന്ധികളിൽ മാറി നിൽക്കാതെയും പ്രതിബന്ധമാകാതെയും ക്രിസ്തുവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യാം. ദൈവത്തിന് പ്രവർത്തിക്കാനായി സാഹചര്യമൊരുക്കാം. ധീരതയോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാം. വചനത്തിന് സാക്ഷ്യം നൽകാം. പ്രേക്ഷിതത്വത്തിൻ്റെ ഉത്തമ രീതിയായ രക്തസാക്ഷിത്വമോ ജീവിത സഹനങ്ങളോ ക്രിസ്തുവിനെ പ്രതി സന്തോഷത്താൽ സ്വീകരിക്കാൻ സന്നദ്ധരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.